ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് ചക്ക വെച്ചിട്ടുള്ള പലതരം വിഭവങ്ങളാണ്. പച്ച ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ചക്ക കൂടുതലും കട്ട് ചെയ്യാറുള്ളത് ഇതുപോലത്തെ ഒരു കത്തിയാണ്. പല കത്തി എന്നൊക്കെ പറയും. കാസർഗോഡ് മുമ്പേ ഉള്ള ഒരു കത്തിയാണ് കേട്ടോ ഇത്. പല കത്തി എന്ന് പറഞ്ഞാൽ ചക്ക മാത്രമല്ല, അധികം മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലൊക്കെ ഇത് വെച്ചിട്ട് തന്നെയാണ് മുമ്പൊക്കെ മുറിച്ചെടുക്കാറുള്ളത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് പച്ച ചക്കയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പല രീതിയിലും കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് വേണ്ടത്. ഇപ്പം നമുക്ക് കുറേ നാൾ, ഒരു വർഷത്തോളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ച ചക്ക തന്നെയാണ്, കുറച്ച് വലിയ ചക്ക നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യേണ്ട, അതിൻ്റെ കുരു മാത്രം മാറ്റിക്കളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ഒരു ഇട്ട് വെക്കുന്ന ഭരണി ഉണ്ടല്ലോ, അത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഭരണി വേണം എടുക്കാനായിട്ട്. കഴുകി ഉണക്കിയെടുക്കണം. ഇതിലോട്ട് ആദ്യം കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കല്ലുപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ കയ്യൊക്കെ ഒന്ന് തുടച്ചിട്ട്, വെള്ളം ഒട്ടും ഉണ്ടാകരുത്. എന്നിട്ട് ചക്ക ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് വീണ്ടും നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഏകദേശം ഒരു 1.5 കിലോ അല്ലെങ്കിൽ ഒരു 2 കിലോൻ്റെ അടുത്തൊക്കെ കല്ലുപ്പ് വേണ്ടി വരും. 1.5 കിലോ എന്തായാലും വേണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ചക്ക ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പ് എന്ന രീതിയിലൊക്കെ ഓരോ ലെയറിലും ഇട്ട് കൊടുക്കണം. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഉപ്പ് നല്ലോണം വേണം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറി വെക്കുന്ന നേരത്തുണ്ടല്ലോ, ഇത് നമുക്ക് ഒരു വർഷത്തോളം ഇങ്ങനെ തന്നെ വെക്കാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്നും എടുത്തിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കും. ഇത് സാധാ വെള്ളത്തിൽ ഇട്ട് വെക്കും. ഇതിൻ്റെ ഉപ്പൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണക്കമീനൊക്കെ നമ്മൾ ഉപ്പിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കുന്നില്ലേ, ഉപ്പ് പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കും. എന്നിട്ട് നല്ലോണം കഴുകി എടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ കംപ്ലീറ്റ് പോയ ശേഷമാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സമയത്ത് മിക്സ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഇതിലിങ്ങനെ നിറച്ച് ആയിട്ടുണ്ട്. പിന്നീട് ഈ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ ഇത് കുറയും. ഉപ്പൊക്കെ പിടിച്ച് വരുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പോൾ ഈ ഒരു ക്ലിംഗ് റാപ്പിൻ്റെ കവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് മൂടാൻ പറ്റാത്ത കൊണ്ട് ഇതിൻ്റെ മൂടി. അപ്പോൾ ഇതുപോലെ ഒന്ന് തൽക്കാലം ഇട്ട് കൊടുക്കുക. നമ്മളിത് രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ രാവിലെ ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് വെച്ചിട്ട് കറി മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് സ്നാക്കും ചക്ക ഉണ്ടിൽക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കലുണ്ട്. കറിയൊക്കെ ഞാൻ ഇത് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന വിഭവങ്ങൾ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഇട്ട് വെച്ചത് നമ്മൾ രാത്രി ഒരു 12 മണിക്കാണ് ഇതിപ്പോൾ ഞാനൊന്ന് നോക്കുന്നത്. അപ്പോൾ താഴെയുള്ള ഉപ്പൊക്കെ ഇങ്ങനെ കുറച്ച് അലിഞ്ഞ് വന്നിട്ടുണ്ട്. മുകളിലുള്ള ഉപ്പ് ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈയൊന്നും ഇട്ട് ഇളക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വീണ്ടും കുറച്ചൊന്ന് ഉപ്പ് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല. അതിന് പിന്നെ ഞാൻ കുറച്ചൊന്ന് മുകളിലോട്ട് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ വീണ്ടും ഇത് കവർ ചെയ്തിട്ട് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്ലിംഗ് റാപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് മറ്റേ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇനി അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ കേടായി പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കി വെച്ചപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞ കയ്യോ സ്പൂണൊക്കെ ഇട്ട് വെച്ചാലൊക്കെ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തോളം നമുക്ക് കേടാകാതെ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അതുപോലെ വിനാഗിരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കറിയായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതിന് വേണ്ടിയിട്ടും പച്ച ചക്ക തന്നെയാണ് വേണ്ടത്. ഇത് നമ്മൾ അങ്ങനെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല. ചക്ക ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് ഒരു 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ നേരത്തെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തില്ല, ആ ഒരു രീതി തന്നെയാണ്. ജസ്റ്റ് ഫുള്ളായിട്ടുള്ള ചക്ക തന്നെയാണ് വേണ്ട. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ആവി ഇതിലോട്ട് കൊണ്ടാൽ മതി. 1 മിനിറ്റൊക്കെ തിളച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്ക് എത്രയാണ് ചക്ക വേണ്ട അതിനനുസരിച്ച് ഇതിലോട്ട് സ്റ്റീമറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് വേറൊരു പാത്രത്തിലോട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ചിട്ട്
വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഒരു വറവിടൽ സംഭവമാണ്. കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വറവിട്ടിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ നമ്മൾ വേവിച്ച ചക്കയുണ്ടല്ലോ, ആ ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, അതിന് അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് കൂടിപ്പോകരുത്, പാകത്തിന് ഒരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ അവസാനം ചിരകിയ തേങ്ങ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഈ ഒരളവിൽ ചിരകിയ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്. സംഭവം ഈസിയാണ്, പക്ഷേ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ചക്ക കയ്യിലുണ്ടാവുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു കാസർഗോഡൻ കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഞാൻ കുറച്ച് ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 ചക്കക്കുരു ഒക്കെ മതിയാവും കേട്ടോ. ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയ ചക്കക്കുരു ആയതുകൊണ്ട് ഒരു 10നേക്കാൾ ഒരു ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമ്മളിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട, ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൊലി കളയാനുള്ള ഒരു ടിപ്പും കൂടിയാണിത്. അപ്പോൾ ഇതാ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരിച്ചിരി പാകത്തിനുള്ള വെള്ളവും ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ പ്രഷറൊക്കെ എടുക്കുക കേട്ടോ. അല്ലാതെ പ്രഷർ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല, അപ്പോൾ കൂടുതൽ വെന്ത് പോവും. അപ്പോൾ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ തുറന്നിട്ട് ഇത് എടുക്കുക, ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുത്ത ചക്കക്കുരുവാണ്. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമ്മളിനി ചൂടാറിയ ശേഷം ഇതിൻ്റെ തൊലി നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് കളയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത്. വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ തൊലി കളയുകയാണെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ഇതിൻ്റെ തൊലി മാറ്റാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. ഇത് മാറ്റി വെക്കാം. ഇനി ചക്ക വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് നമ്മൾ കുറച്ച് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക 2-2.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതും ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. ചക്കക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്തോളും. ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചിരകിയ തേങ്ങ. ഇനി ഇതിലോട്ട് ഒരു 3 വറ്റൽമുളക് മതിയാവും കേട്ടോ. അധികം എരിവില്ലാത്ത മുളകാണ്. മുളക് നമ്മൾ ഇതിലോട്ട് കുറച്ചാണ് വേണ്ടത്. ഒരു 3 വറ്റൽമുളക് മതി. അതുപോലെ 1 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇതിലോട്ടിനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 പാകം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അവസാനം അരഞ്ഞ് വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അത് നല്ലോണം അരഞ്ഞ് വരുമ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. നമ്മൾ മിക്സർ ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലോ എങ്ങനെ വേണേലും അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കാൻ നോക്കാം. ഞാനിതാ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അവസാനം വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്കത വേവിച്ച് ഞാനിത് കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്നിട്ട് വെച്ചിട്ടുണ്ട്. അതിന് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഒരു വേവിച്ച ചക്കക്കുരുവാണല്ലോ, അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ മതി. ഇത് കുറച്ച് തിക്കായിട്ടുള്ള കറി തന്നെയാണ്. പിന്നെ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ കുറച്ച് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നോക്കിയിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ഉപ്പും കൂടെ നോക്കുക. എന്നിട്ടിത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ പഴുത്ത ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം, അതുപോലെ പായസം, അതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പല രീതിയിലും ഉണ്ടാക്കിയെടുക്കലുണ്ട് ചക്ക വെച്ചിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള കറി തന്നെ. ഉണക്കമീനൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട്, ഉണക്ക ചെമ്മീൻ ഒക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യലുണ്ട്.
അപ്പോൾ അത് വേറൊരു ഫ്ലേവറാണ്. പിന്നെ അതുപോലെ ഈ ഒരു കറിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഉണക്കമീൻ ഫ്രൈ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. ഇതിന് പുഴുക്കലരി ചോറിൻ്റെ കൂടെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കടുമ്പ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കലുണ്ട്. അതും ഈ ഒരു കറിക്ക് അടിപൊളിയാണ് സംഭവം. അപ്പോൾ അത് എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്